ഹലോ ബാഡീസ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് പൊന്മുടിയിലാണ്. എന്തിനു വന്നതെന്ന് വെച്ചാൽ നമ്മളൊരു അഡാർ മോഡിഫിക്കേഷൻ ചെയ്ത ഒരു വണ്ടിയുടെ റിവ്യൂ എടുക്കാനാണ്. എന്തായാലും കിടിലം മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് ആ വണ്ടി കാണട്ടെ. നോക്കൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പുലിക്കുട്ടൻ. 1983 തൊട്ട് വളരെ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു കാറാണ് 800 എന്ന് കാണിക്കുമ്പോൾ നമ്മൾ ബ്ലാൻ ആക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇത് അധികം മോഡിഫിക്കേഷൻ ചെയ്തിറക്കിയിരിക്കുന്ന വണ്ടിയാണ് അല്ലേ കോച്ച്? അതെ അതെ. ഇതിൽ എത്ര രൂപ പൊട്ടിച്ചാണ്? പൈസ എന്ന് പറഞ്ഞാൽ ഒരുപാട് പൈസ കിടക്കും. പക്ഷേ ഇത് നമുക്ക് ഓരോന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റേറ്റും കൂടെ പറയാം അല്ലേ എല്ലാത്തിൻ്റെ. ഓക്കെ, അപ്പോൾ ഇതിൽ അധികവും നല്ല മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. കാർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം. മുകളിൽ റൂഫ് ബോക്സ് വെച്ചിട്ടുണ്ട്, പിന്നെ പെയിൻറ്റ് ജോബ് ചെയ്തിട്ടുണ്ട്, പിന്നെ അലോയ് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചസ് നമ്മുടെ ഓണറിൻ്റെ ചോദിച്ചാലേ അറിയാൻ പറ്റൂ. അത് മെയിനായിട്ട് എല്ലാം ഓണർ വിശദീകരിച്ച് പറഞ്ഞു തരും. നമ്മുടെ ഓണർ ബ്രദേഴ്സ് ബോക്സിങ്ങിൻ്റെ കോച്ചായ ശന്തനു വിജയൻ സാറാണ്, എൻ്റെ കോച്ചും കൂടെയാണ്. അപ്പോൾ ഞാൻ ഈ കാർ കണ്ടപ്പോൾ നമുക്കൊന്ന് വീഡിയോ എടുക്കണം, നിങ്ങളിലേക്ക് എത്തിക്കണമെന്നൊരു തോന്നൽ വന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. എവിടെ തൊട്ട് നമുക്ക് തുടങ്ങാം? എക്സ്റ്റീരിയർ ആദ്യം തുടങ്ങാം. ഓക്കെ, എന്താണ് ആദ്യം ഈ വണ്ടി എൻ്റെ കിട്ടിയിട്ട് ഇപ്പം ഒരു 4 കൊല്ലമായി. കിട്ടിയപ്പോൾ ഈ ഒരു കണ്ടീഷൻ നല്ലായിരുന്നു. ഞാൻ അതിനുശേഷം ഫുള്ള് പാച്ച് വർക്ക് ചെയ്ത് പിന്നെ പെയിൻറ് ചെയ്ത് ബ്രൂക്ലിൻ ഗ്രേ കളർ പെയിൻ്റാണ്. പിന്നെ അതിനകത്ത് കുറച്ച് മോഡിഫിക്കേഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. വണ്ടി പവർ സ്റ്റിയറിംഗ് ആക്കി, പവർ വിൻഡോ ആക്കി, പിന്നെ മിക്സി സിസ്റ്റം വെച്ചിട്ടുണ്ട്, റൂഫ് ബോക്സ്, പിന്നെ ഔട്ട് ഓഫ് ഹോൾഡിംഗ് മിറർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിനകത്ത്. ഓക്കെ, ഇടയ്ക്ക് ഒരു കോച്ച് ഒരു കഥ പറഞ്ഞല്ലോ, ഒരു BMW ഒരാൾ വന്നിട്ട് ഈ കാറ് കണ്ട്. ഇത് ഞാൻ തമിഴ്നാട് ഒരു ട്രിപ്പ് പോയപ്പം ഒരു വലിയൊരു BMW കാറിൽ ഒരാൾ വന്ന് വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് എൻ്റെ കാറിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് പോയി. അപ്പം അത് ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഇതേപോലെ ആൾക്കാർ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കും വണ്ടിയുടെ. വണ്ടി അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കാം എടുത്തിട്ടുണ്ട്. ഒരു 25 പേരിന് മുകളിൽ ആൾക്കാർ സെക്കൻഡൊക്കെ വന്നിട്ടുണ്ട്. ഹാപ്പിയാണ്. അപ്പൊ നമ്മള് ഈ പഴയ വണ്ടിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന പറഞ്ഞാൽ ഒരു കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾ നോക്കി വേണം കൊണ്ടുപോകാൻ. കാരണം നമ്മൾ അതിലൊരു ക്ഷമ വേണം അല്ലേ? അതെ, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതിൽ ക്ഷമ വേണം. കാരണം എൻ്റെ അപ്പൂപ്പന് ഒരു 800 ഉണ്ടായിരുന്നു, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കൊടുത്തു. പക്ഷേ ഈ കാറ് കണ്ടപ്പോൾ അത് കൊടുക്കേണ്ടിയിരുന്നു എന്ന് ഞാൻ അപ്പം ചിന്തിച്ചു. ഓക്കെ, അപ്പം കോച്ച് പെയിന്റ് എങ്ങനെയാണ്? ഏതാണ് പെയിന്റ്? ഇത് വന്നിട്ട് ബ്രൂക്ലിൻ ഗ്രേ ആണ് അടിച്ചിരിക്കുന്നത്. ഇത് സാധാരണ BMW കാറിന്റെ ഒരു കളറാണത്. BMW-ലേക്കുള്ള കളറാണ് ബ്രൂക്ലിൻ ഗ്രേ. ആ കളർ എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് എൻ്റെ വണ്ടിയിൽ അടിച്ച്. നോർമൽ പെയിന്റിനെ കാട്ടിയും കുറച്ച് റേറ്റ് കൂടുതലാണ്. എനിക്ക് ഓൾമോസ്റ്റ് ഒരു 38,000 രൂപ എനിക്ക് പെയിന്റിങ് ആൻഡ് പോളിഷിങ് ആയി. പിന്നെ പാച്ച് വർക്ക് ഓൾമോസ്റ്റ് 20 വരെ പാച്ച് വർക്കിനായിട്ട്. അലോയ് 22-ന്റെ നമ്മളെ കമ്പനി ടയർ വരുന്ന അലോയ്സ് ഇട്ടിരിക്കുന്നത്. അലോയ്ക്ക് എനിക്ക് 22,000 രൂപയോളം 4 അലോയ് വിൽസിനായി. പിന്നെ നോർമലി ഉള്ള മാരുതി കാറിനൊക്കെ ഞാൻ കുറച്ച് പൊക്കി ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് 4 റിങ് വാങ്ങിച്ചിട്ട് ഞാൻ അത് കാർ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല യാത്രാ സുഖമാണ്. ലിഫ്റ്റ് ചെയ്തിട്ടും റിങ് എന്ന് പറയുമ്പോൾ ഞാൻ ബുഷാണ് വാങ്ങിച്ചിട്ടേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു യാത്ര നല്ല സുഖമുണ്ട് ഓട്ടിക്കാൻ. ഷോക്കൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഓട്ടിക്കാൻ നല്ല രസമാണത്. പിന്നെ എനിക്ക് ഓൾമോസ്റ്റ് എനിക്കൊരു AC ആണെങ്കിൽ എനിക്കൊരു 17 കിലോമീറ്റർ മൈലേജ് ഉണ്ട്. AC ഇല്ലെങ്കിൽ എനിക്കൊരു 20-21 കിലോമീറ്റർ വരെ എനിക്ക് വണ്ടി മൈലേജ് തരുന്നുണ്ട്. പിന്നെ വണ്ടി പവർ സ്റ്റിയറിംഗ് ആണ്. അതെനിക്ക് ഓൾമോസ്റ്റ് എനിക്ക് 22 രൂപയോളം പവർ സ്റ്റിയറിംഗ് എൻ്റെ കിറ്റ് കയറ്റി എനിക്കായി. മോഡലുള്ള പെൻഡേറിൻ്റെ ബോക്സ് ആണ് ഇത്. ഞാൻ എറണാകുളത്തുള്ള വെച്ചാണ് ചെയ്തത്. ഇതെനിക്ക് അന്ന് എനിക്ക് തോന്നുന്ന ഒരു 32,000 രൂപ ബോക്സും അതും ഓൾമോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു 34,000 35,000 രൂപ എനിക്ക് അന്ന് ആയത്. അപ്പോൾ നമുക്കൊന്ന് ബോക്സ് തുറന്ന് കാണാം. അത്യാവശ്യം നല്ല ഒരു സ്പേസ് ഉണ്ട്. ഞാൻ ഇപ്പോൾ എവിടെയെങ്കിലും ട്രിപ്പൊക്കെ പോകുമ്പോൾ എൻ്റെ സാധനങ്ങളെല്ലാം ഇതിനകത്ത് നമ്മളൊരു 4 പേരൊക്കെ ഇരിക്കുമ്പോൾ ഇതിനകത്ത് ഒരു 3-4 പേരെ ബാഗും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് വെച്ചിട്ട് പോവാം. ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഇതിൽ കൊള്ളു അല്ലേ? സേഫാണ്. അങ്ങനെ ഒരാൾക്ക് എടുത്തോണ്ട് പോകാൻ പറ്റത്തില്ല. അത്രയും സേഫാണ് സാധനം. ലോക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് ഇത് ഈ സൈഡിൽ നിന്ന് ആ സൈഡിൽ നിന്ന് നമുക്ക് തുറക്കാം. 2 സൈഡിൽ നിന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മളെ മിറർ
ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണല്ലേ? മിറർ വന്നിട്ട് ഇത് ഓട്ടോ ഫോൾഡിംഗ് മിറർ. ഇത് മാരുതി സ്വിഫ്റ്റിന്റെ മിററാണ്. ഇതെനിക്ക് 2 മിററും ഫിറ്റിംഗ് എല്ലാം കൂടി അതെനിക്ക് ഓൾമോസ്റ്റ് എനിക്ക് ഒരു 10-25,000 രൂപ ആയി. പുതിയ മിററാണ് വെച്ചിരിക്കുന്നത്. സ്വിഫ്റ്റിന്റെ മിററാണ്. ഇത് ഇൻഡിക്കേറ്ററും എല്ലാം ഉണ്ട്. ഓട്ടോ ഫോൾഡിംഗ് ആണ്. ഇത് വണ്ടി നമ്മൾ ലോക്ക് ചെയ്യുമ്പോൾ വണ്ടി ലോക്കാവും. ഓക്കെ. നമ്മൾ തുറക്കുമ്പോൾ ഇത് ഓപ്പൺ ആവും. പിന്നെ നമുക്ക് അകത്തിൽ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പ് ആൻഡ് ഡൗൺ കൺട്രോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ 4 ഡോറിലും പവർ വിൻഡോ 4 ഡോറിലും പവർ വിൻഡോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ബാക്കിലാണെങ്കിൽ വൈപ്പർ ഉണ്ട്. ഇത് നോർമലി ആൾക്കാർ ഡമ്മിക്കാണ് വൈപ്പർ ചെയ്തത്. ഈ വൈപ്പർ വർക്കാവും. ഇത് നമ്മള് വാഗണറിലെ വൈപ്പറാണ് ചെയ്തേക്കുന്നത്. അതിന്റെ മോട്ടറെല്ലാം പുതിയ മോട്ടറാണ് വെച്ചിരിക്കുന്നത്. അത്യാവശ്യം വർക്കാവും ഇത്. പിന്നെ അടിയിൽ ടെയിൽ ലാമ്പ് വെച്ചിട്ടുണ്ട്. ടെയിൽ ലാമ്പ് മാറ്റി ഇവിടെയാണല്ലേ വെച്ചിരിക്കുന്നത്? ടെയിൽ ലാമ്പ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ട്. ഇതിലുണ്ടായിരുന്നാണോ അതോ അല്ല, ഞാൻ അഡീഷണൽ ഫിറ്റ് ചെയ്താണ് അത്. പിന്നെ എക്സോസ്റ്റ് എന്തെങ്കിലും ഇല്ല? എക്സോസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല, അത്രയ്ക്ക് ഇല്ല. എനിക്ക് വണ്ടി എന്താണ് ഇത്, എനിക്ക് വണ്ടി എൻ്റെ കൈ കിട്ടിയപ്പോഴേ എനിക്ക് ആ വണ്ടിയുടെ ആ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോണ ഒരു സ്റ്റോക്ക് ഉള്ളതിൽ നമ്മൾ തൃപ്തിപ്പെട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതെ, ഇത് കുറച്ച് ഓവറായിട്ട് ചെയ്തതാണ്. എന്നാലും ഒന്ന് വണ്ടി ഇറങ്ങുമ്പോൾ ഒരു റോഡ് പ്രസൻസ് ഉണ്ടല്ലോ. ഈ വണ്ടി നമ്മൾ അത്യാവശ്യം ഇവിടെ പോയാൽ ആളുള്ളത് നോക്കും. ഏത് കൂടിയ കാറിൽ പോയാൽ എന്റെ വണ്ടി കാണുമ്പോൾ നോക്കും. പെയിന്റ് ചെയ്തപ്പോൾ നമ്മൾ ഡ്യുവൽ ടോൺ ആണ്. അതെ, ഇത് വന്നിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രേ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. റൂഫ് ടോപ്പും പിന്നെ ഈ ഗ്ലാസും സൈഡൊക്കെ ബ്ലാക്ക് ആണ് വരുന്നത്. കുറച്ചുകൂടെ ഒരു അട്രാക്റ്റീവ് ലുക്ക് ഉണ്ട് ഇത് കാണുമ്പോൾ. മിററിന്റെ അതേ ഒരു മോൾ ഷെയ്ഡ് കാണുമ്പോൾ ഇതുണ്ട്. പിന്നെ എന്തുകൊണ്ട് എനിക്ക് ഈ കളർ വണ്ടി കാണുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. അതെ, ലിപ്പ് ചെയ്തിട്ടുണ്ട്. വണ്ടിക്ക് ലിപ്പ് ചെയ്തിട്ടുണ്ട്. അത് നല്ല രസമുണ്ട് കേട്ടോ. പക്ഷെ അത് നമ്മള് വണ്ടി ഹൈറ്റ് കൂട്ടിയോണ്ട് എനിക്ക് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇത് തറയില് മുമ്പ് ഹൈറ്റ് ലിഫ്റ്റ് ചെയ്തിട്ട് ഷോക്ക് ലിഫ്റ്റ് ചെയ്തിട്ട് ഇത് വെക്കുക. അതെ, ഓക്കെ. അപ്പൊ നമുക്ക് വണ്ടിയുടെ ഇന്റീരിയറെ പറ്റി പരിചയപ്പെടാം. അത്യാവശ്യം നല്ല ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. കാണുമ്പോൾ അറിയാൻ പറ്റും. ഓരോന്നും നമ്മൾ എടുത്തെടുത്ത് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ കോച്ച് തുടങ്ങാം. ഓക്കെ, വണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്. പവർ സ്റ്റിയറിംഗ് സിംഗിൾ ഹാൻഡ് കൊണ്ട് എനിക്ക് വണ്ടി ഇത് അത്യാവശ്യം തിരിച്ചെടുക്കാം. കണ്ട, നല്ല ഒരു പുതിയൊരു കാർ ഓട്ടിക്കുന്ന ഫീലാണ് എനിക്കിത് കിട്ടുന്നത്. പിന്നെ RPM മീറ്റർ ഉണ്ട്, പിന്നെ റിവേഴ്സ് ക്യാമറ വെച്ചിട്ടുണ്ട്, പിന്നെ ബാറ്ററി മീറ്റർ ഉണ്ട്, ക്ലോക്ക് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു 4 സ്വിച്ചസ് വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ഏവിയേഷൻ സ്വിച്ചസ് ആണല്ലേ ചെയ്തേക്കുന്നത്? ഒരു മോഡൽ ചെയ്തേക്കുന്നതാണ്. ഒരെണ്ണം മ്യൂസിക് സിസ്റ്റം, ഒരെണ്ണം വന്നിട്ട് ബാക്ക് വൈപ്പർ, ഒരെണ്ണം വന്നിട്ട് ബാക്കിൽ ബ്രദേഴ്സ് ബോക്സ് അക്കാഡമി എംബ്ലം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് സ്വിച്ചാണ്. ഒരെണ്ണം ഡമ്മി സ്വിച്ചാണ്, നമ്മൾ കൊടുത്തിട്ടില്ല അതിനകത്ത്. ഈ എംബ്ലം കത്തിക്കാൻ പറ്റും? എംബ്ലം അടുത്ത് മാറ്റിയത് MVD പിടിച്ചൊരു എനിക്ക് ഒരു 5,000 പെറ്റി അടിച്ചത്. അപ്പൊ ഞാൻ അത് മാറ്റി വരികയത്. ഇപ്പൊ ഉള്ള എല്ലാം പെറ്റിയൊന്നും വരത്തില്ല. അപ്പൊ ഇത് ഫസ്റ്റ് വരുന്നത് ആഡിയോടെ അല്ലേ? അല്ല, ഫസ്റ്റ് വരുന്നത് ഇത് വന്നിട്ട് വൈപ്പറിന്റെ ആണ്. രണ്ടാമത് ഓഡിയോ ഇത് ഓൺ ആവും. ഇതിന്റെ മ്യൂസിക് സിസ്റ്റത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഇതിനകത്ത് സോണിയുടെ സബ് വൂഫറും JBLന്റെ 4 സ്പീക്കറാണ് വെച്ചിരിക്കുന്നത്. ഈ മ്യൂസിക് സിസ്റ്റത്തിന് ഓൾമോസ്റ്റ് എനിക്കൊരു 85,000 ആയി. ഈ വണ്ടിയിൽ ആ ഒരു സൗണ്ട് കേൾക്കുമ്പോഴേ അതിന്റെ ഒരു ഫീല് നമുക്ക് കിട്ടത്തുള്ളൂ. സിറ്റിയിലുള്ള കാർത്തിക് എന്ന് പറഞ്ഞ ഒരു ബൈയാണ് ചെയ്തത്. പുള്ളി അത്യാവശ്യം നല്ല ഫേമസ് ആണ് ട്രിവാൻഡ്രത്ത്. പുള്ളിയാണ് അത്യാവശ്യം നല്ല പ്രീമിയം വണ്ടിയിലൊക്കെ ചെയ്യുന്നത്. അപ്പൊ എന്റെ വണ്ടിയിലും പുള്ളിയാണ് ചെയ്തത്. അത് ബാക്കിൽ അതിന്റെ ഇതൊക്കെ കാണുമ്പോൾ അറിയാം, അതിന്റെ ഒരു വെച്ചിരിക്കുന്ന ക്വാളിറ്റി കാണുമ്പോൾ അറിയാൻ പറ്റും. നമ്മൾ ഇവിടെ ഒരു സ്പീക്കർ വെച്ചിട്ടുണ്ടല്ലേ? ഇവിടെ 2 ട്യൂട്ടറാണ് വെച്ചിട്ടുള്ളത്. പിന്നെ വണ്ടി ഫുൾ ഡാമ്പ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ സൗണ്ട് കേൾക്കുമ്പോൾ ഒരു സോങ് കാണത്തില്ല. ചെറിയ പവർ വിൻഡോ ആണെന്ന് നോക്കിയാൽ അപ്പ് ആൻഡ് ഡൗൺ പവർ വിൻഡോ സ്വിച്ച് ഇവിടെ ഉണ്ട്. 4 സൈഡിലും കൺട്രോൾ ആണല്ലേ? കൺട്രോൾ ഉണ്ട്. ബാക്കിലും കൺട്രോൾ ഉണ്ട്. ബാക്ക് ഫ്രണ്ടിലാണ് വെച്ചിരിക്കുന്നത് എല്ലാം ഫ്രണ്ടിലാണ്. പിന്നെ ഞാൻ ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഹാൻഡ് റെസ്റ്റ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമുക്ക് അത്യാവശ്യം നല്ല ഒരു ഫീലാണ്. കൈയൊക്കെ വെച്ചോടെ ചോട്ടിക്കാൻ കൂളായിട്ട്. പവർ സ്റ്റിയറിംഗ് ആക്കിയോണ്ട് നമുക്ക് ഇങ്ങനെ ഇറുക്കി പിടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നല്ല ഒരു സ്മൂത്ത് ആയിട്ട് വണ്ടി പോകും. പിന്നെ ഇത് വന്നിട്ട് നമ്മളെ റിവേഴ്സ് ക്യാമറയാണ്. പിന്നെ നമ്മുടെ ഫ്രണ്ട് ഗ്ലാസ് വന്നിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. കൂളിംഗ് അല്ല, മറ്റേ ഇത് ചൂട് അടിക്കാത്ത സംഭവം പ്രൊട്ടക്ഷൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഈ വണ്ടി നമുക്ക് എത്ര ചൂടാണെങ്കിലും 4 സൈഡ് ഗ്ലാസ് വിട്ട് AC ഇട്ട് പോയ തണുപ്പ് കിട്ടുന്നുണ്ട്. ഇപ്പോഴും ഈ വണ്ടിയിൽ AC ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഒരു അത്ഭുതം തന്നെ. ഇത് 5 സ്പീഡ് വണ്ടിയാണ്. കൊള്ളാം. പിന്നെ ഡിക്കി സ്വിച്ച് ഇട്ടാ ഡിക്കി ഓപ്പൺ ആയിക്കോളും. ഡിക്കി ഓപ്പൺ ആയി നമുക്ക് തുറക്കണ്ട.
ഓക്കെ. നമുക്ക് താക്കോലുണ്ട്, സ്വിച്ച് ഇട്ടാൽ ഡിക്കി ഓപ്പൺ ആവും. എങ്ങനെയാണ് ഫുള്ളി ഓപ്പൺ ആവോ? ഫുള്ളി ഓപ്പൺ ആവും. ഓക്കെ, നമുക്ക് ഡിക്കി തുറക്കുന്നത് കാണാം. എന്റെ മോനെ പോളി, ഓട്ടോമാറ്റിക്കലി ഡിക്കി പൊങ്ങും. പിന്നെ ഇവിടെ രണ്ട് സ്പീക്കർ വെച്ചിട്ടുണ്ട്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഇത് ആംപ്ലിഫയർ ഇവിടെ വെച്ചിട്ടുണ്ട്, സോണിയുടെ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടും ഞാൻ ഈ വണ്ടിയിൽ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പൊ എന്റെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് പറയും എന്തുണ്ടാ ഈ വണ്ടി കൊണ്ട് നടക്കുന്നത് നാണമില്ല. പക്ഷെ അങ്ങനല്ല, എനിക്ക് ഈ വണ്ടിയിൽ പുതിയ വണ്ടിയിലുള്ള ഓൾമോസ്റ്റ് ഉള്ള ഫീച്ചേഴ്സ് ഞാൻ വണ്ടിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് ഞാൻ സിറ്റി ഓട്ടങ്ങൾക്കെല്ലാം ഇത് വണ്ടി അടിപൊളിയാണത്. ആരും കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഞാൻ മോഡിഫൈ എടുത്ത്. പക്ഷെ എന്നിരുന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വണ്ടി. നമുക്ക് ഇവിടെ കൊണ്ടിടാം. പിന്നെ മെയിൻ്റെനൻസ് ഒക്കെ ഭയങ്കര കുറവാണ്. ഒരു ഫുൾ സർവീസ് ഒക്കെ ഇറക്കുമ്പോൾ ഒരു 3000 രൂപ, 2500-3000 തീരും. പിന്നെ പണി പെട്ടെന്ന് വരത്തില്ല വണ്ടിക്ക്. നമുക്ക് കയറ്റാം. പണി മെയിൻ്റെനൻസ് നമുക്ക് അങ്ങനെ ഇല്ല. സ്പെയർ നമുക്ക് എളുപ്പമാണ്. അത് അത്യാവശ്യം നമുക്ക് എല്ലാ സാധനങ്ങളും ഇപ്പോഴും കിട്ടുന്നുണ്ട്. ഇപ്പൊ പല വിന്റേജ് മോഡലായാലും സ്പെയർ കിട്ടാൻ ഭയങ്കര ഈ വണ്ടി എന്നെ തിരിച്ച് കടിച്ചിട്ടില്ല എത്ര ദിവസമായിട്ട്. അതാണ് അതുകൊണ്ട് എന്തുകൊണ്ടും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് വണ്ടിയിൽ. തുറക്കുന്ന ഒരു വെറൈറ്റി തന്നെ, അത് പറയാതിരിക്കാൻ വയ്യ. അതും കൂടെ ആക്കാള്. നാല് സൈഡില് സ്പീക്കറിന്റെ സൗണ്ട് കേൾക്കാം. ഞങ്ങളൊന്ന് ഓഡിയോ എത്തിച്ചു തരാം. ശബ്ദം എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ്. ക്രിസ്റ്റൽ ക്വാളിറ്റിയിലാണ് ശബ്ദം കേൾക്കുന്നത്. അടിപൊളി. ഏജന്റിലൊക്കെ ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് ഇത് ചെയ്തു വെച്ചത്. അടിപൊളി. ഇതിൽ ഡാഷ് ക്യാമ വെച്ചിട്ടുണ്ട്. ഫുൾ റെക്കോർഡിംഗ് ആണ് വണ്ടി. ഒരു ആൽപിമീറ്റർ അല്ല, അതിൽ ലൈറ്റും ഉണ്ടല്ലേ. പല പല കളേഴ്സ് മോഡ് നമുക്ക് ഇങ്ങനെ മാറ്റാൻ പറ്റും. മോഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും അല്ലേ? അതൊരു എലഗന്റ് ആയിട്ടുള്ള സാധനമായിരുന്നു. നൈറ്റൊക്കെ പോകുമ്പോഴാണ് ഒരു രസം അല്ലേ? ഇൻഡിക്കേഷൻ ലൈറ്റ് ഒരു വെറൈറ്റി രീതി ചെയ്തിട്ടുണ്ടല്ലേ കോച്ച്? അതെ, അതൊരു കാണുമ്പോൾ ഒരു ഇതുണ്ട്. നമ്മൾക്ക് ഇൻഡിക്കേറ്റർ ഇടുന്നതും ഓഫ് ചെയ്യേണ്ടതും ഏത് സൈഡിലോട്ടാണ് ഇട്ടേക്കുന്നതൊക്കെ എല്ലാം കറക്റ്റാണ്. നമുക്ക് വ്യക്തമായിട്ടൊരു ഇൻഡിക്കേഷൻ കിട്ടുന്നത്. ഇനി നമുക്കിതില് ബാക്കിൽ സെൻസേഴ്സ് വെച്ചിട്ടുണ്ട്, ക്യാമറയും വെച്ചിട്ടുണ്ട്. അതിനാണ് നമ്മൾ ഫ്രണ്ടിൽ ഒരു ക്യാമറയുടെ ഒരു വിൻഡോ നമ്മൾ കണ്ടോ. ഇതാണ് സെൻസേഴ്സ്, 4 സെൻസേഴ്സും അതുപോലെ തന്നെ ഒരു ക്യാമറയും. പിന്നെ ടെയിൽ ലൈറ്റ് ഇവിടെയല്ല, ഇവിടെ നിന്ന് മാറ്റി ഇവിടെ ആക്കിയിട്ടുണ്ട്. അലുമിനിയം കവറിങ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വേറെ കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ പെട്രോൾ ടാങ്ക് താക്കോൽ ചാവി ഇടുന്നുണ്ട്. അത് കാണിച്ചാൽ അത് അല്ലാതെ സ്വിച്ചിലെ തുറക്കും. സീൻ നമ്മുടെ സെറ്റപ്പ് തന്നെ. നമ്മൾ സാധാരണ 800 ചാവി ഇട്ടാണ്, ചാവി കൊടുത്ത് വേണം തുറക്കാൻ. പക്ഷെ നമുക്കിതിൽ സ്വിച്ചിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്യാം. എന്തായാലും ടെക്നോളജി. എൻ്റെ ഈ വണ്ടി കിട്ടിയ ശേഷം ഞാൻ ഓൾമോസ്റ്റ് ഒരു 60,000 കിലോമീറ്റർ ഓട്ടിച്ച്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ഈ വണ്ടി ഇങ്ങനെ കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ഒരു അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അടുത്ത് പെയിന്റ് മാറ്റും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്. കോച്ച്, ഇതൊക്കെയാണല്ലേ വണ്ടിയുടെ വിശേഷങ്ങൾ? അതെ. ഇനി വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ഈ വണ്ടിയിൽ ചേഞ്ചസ് വരുത്താനായിട്ട്? അല്ല, ഇനിയൊന്നുമില്ല. ഇതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ. ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനി ഏതെങ്കിലും വിന്റേജ് കാർ ഇതുപോലെ എടുത്ത്? ഇല്ല, ഇത് മതി. നമുക്ക് ഇതിന്റെ ബാക്കിൽ നിൽക്കാനൊക്കെ ഒരുപാട് സമയം വേണം. ഇപ്പോഴത്തെ ജോലിയും കാര്യങ്ങളൊക്കെ ഒക്കെ ആണെങ്കിൽ ഭയങ്കര ടൈറ്റ് ആണ്. എന്നിരുന്നാലും ഈ വണ്ടി ഞാൻ സ്നേഹിച്ച് എല്ലാം ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം എന്തായാലും ഇനി വേറൊരു വണ്ടി ഇല്ല, ഇത് തന്നെ. അപ്പോൾ നമ്മൾ ഈ വണ്ടിയെ പറ്റി പറയുകയാണെങ്കിൽ ആ സമയത്ത് പുലിയാണെങ്കിലും ഈ വണ്ടി ഈ സമയത്തും പുലിയാണ്. കാരണം കാലത്തിനനുസരിച്ചുള്ള മാറ്റം വരുത്തിയിട്ടുണ്ട്, ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയ വീഡിയോ കാണുന്നവരേക്കും ബൈ.